ഗായ്സ്, എല്ലാവരും ഹാപ്പി ആയിട്ട് സുഖമായിട്ടിരിക്കുകയെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം ഞാനിപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയുക ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഓവർനൈറ്റ് ഓട്സ് എല്ലാവർക്കും അറിയാമല്ലോ, ഓട്സ് എത്രത്തോളം ഹെൽത്തിയാണ്, പിന്നെ ഓട്സിൽ എത്രത്തോളം ഫൈബർ കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സംഭവമാണ് ഓട്സ്. ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള സംഭവം. നമ്മൾ വെയിറ്റ് ലോസ് ഒക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ എന്തായാലും ഓട്സ് കൺസ്യൂം ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പം നമുക്ക് ഈ ഓവർനൈറ്റ് ഓട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഗ്യാസ് ഒന്നും ഉപയോഗിക്കാണ്ട് നമ്മൾ സാധാരണഗതിയിൽ ഓട്സ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ഗ്യാസ് വെച്ചിട്ട് പാല് തിളപ്പിച്ചിട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ പാലില്ലെങ്കിൽ നമ്മൾ കഞ്ഞി മോഡൽ അങ്ങനെയാണെങ്കിൽ അതും അല്ലെങ്കിൽ മസാല ഓട്സ് ഒക്കെ ആയിട്ടാണ് ഉണ്ടാക്കുക. പക്ഷേ ഇതിനെന്ന് പറഞ്ഞാൽ നമുക്ക് ഗ്യാസിൻ്റെ ആവശ്യമില്ല. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മൾ രാവിലെ എണീറ്റ് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. നമുക്ക് രാത്രി അല്ലെങ്കിൽ തലേന്നേ അത് ഉണ്ടാക്കി വെക്കാം. രാത്രി നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തിട്ട് രാവിലെ എടുത്തിട്ട് കഴിച്ചാൽ മതി. അപ്പോൾ ഒരു ഭയങ്കര എന്താ പറയുക എളുപ്പമായിട്ടുള്ള റെസിപ്പിയാണ്. അതിപ്പോൾ ഞാൻ വന്നപ്പോൾ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ, കുക്കിങ്ങിൻ്റെ ABCD ഇല്ലാത്ത ഞാനിത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഊഹിക്കാമല്ലോ. അപ്പോൾ ഒരു ദിവസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛനും അമ്മയ്ക്ക് നേരത്തെ പോകേണ്ട ആവശ്യം വരും. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു ഞാൻ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിക്കൊണ്ട് എന്ന് പറഞ്ഞു. പിന്നെ എന്ന് പറഞ്ഞാൽ തലേ ദിവസം കുറച്ച് പാല് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അമ്മ പറഞ്ഞു പാൽ വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ചെയ്തോ എന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ ശരി, നമുക്ക് ഓവർനൈറ്റ് ഓട്സ് ട്രൈ ചെയ്യാം. കാരണം ഞാനിങ്ങനെ കണ്ടിട്ടുണ്ട്, വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് ഓവർനൈറ്റ് ഓട്സ് നല്ലതാണെന്നല്ല, ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് അറിയില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ എന്താ പറയുക ഓവർനൈറ്റ് ഓട്സ് ഉണ്ടാക്കി നോക്കി. സാധനം സെറ്റായിരുന്നു, ഒരു കുഴപ്പമില്ല, ഞാൻ കഴിച്ചിട്ടുണ്ട്, ഒരു കുഴപ്പമില്ല. പിന്നെ ഈ വീഡിയോൻ്റെ അകത്ത് ഞാൻ കഴിക്കുന്ന വീഡിയോ എടുത്തിരുന്നു, പക്ഷെ അത് ഒരുമാതിരി ഒരു കാണാൻ 5 പൈസയ്ക്ക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ആക്ച്വലി ഞാനതൊക്കെ കഴിച്ചതാണ് കേട്ടോ, എനിക്ക് ഒരു കുഴപ്പമില്ല. പിന്നെ ഇതൊന്നും ഞാൻ പറഞ്ഞല്ല, ഞാൻ വേറെ യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് ഞാൻ കണ്ടിട്ട് അതിനനുസരിച്ച് ഞാൻ ചെയ്തതാണ്. അതുകൊണ്ട് ഇത് കഴിക്കാം, ആർക്കും ഒന്നും പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ വീഡിയോ വാച്ച് ചെയ്യുക. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ, ചാനൽ ആദ്യമായിട്ട് കയറുകയാണെങ്കിൽ പ്ലീസ് ടു കൺസിഡർ സബ്സ്ക്രൈബിങ് ടു മൈ ചാനൽ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തന്നെ അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ഒരു കുട്ടി ബെല്ലൈക്കൺ ഉണ്ടാവും, അതും ഒന്ന് അമർത്തുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഏകദേശം ഇപ്പോൾ 500 ആവാനായിട്ട് ഇങ്ങനെ നിൽക്കുന്ന ടൈമാണ്. അതായത് ഞാനിപ്പോൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ 500 സബ്സ്ക്രൈബേഴ്സ് ആവാൻ നിൽക്കുന്ന ടൈമാണ്. സബ്സ്ക്രൈബേഴ്സ് ഇപ്പോൾ 2-3 ദിവസമായിട്ട് കയറുന്നുണ്ട്, അങ്ങനെ തന്നെ കയറി പോട്ടെ. അപ്പോൾ എന്താ പറയുക, അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരു ബിഗ് താങ്ക് യു. ഇനി ഈ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ പ്ലീസ് ടു കൺസിഡർ സപ്പോർട്ടിങ് ആൻഡ് സബ്സ്ക്രൈബിങ് ടു മൈ ചാനൽ. അപ്പോൾ നമുക്ക് വീഡിയോക്ക് കിടക്കാം. ഹലോ ഗായ്സ്, അപ്പം നമുക്കൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഓപ്ഷൻ നോക്കിയാലോ. ഇതിനാണെങ്കിൽ സ്റ്റൗവിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ, ജസ്റ്റ് ഒരു ഫ്രിഡ്ജ് ഉണ്ടായാൽ മാത്രം മതി. അപ്പോൾ നമ്മൾ ഇത് തലേന്ന് തന്നെ ഉണ്ടാക്കി വെക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മുടെ ബിസി സ്കെഡ്യൂളൊക്കെ ആണെങ്കിൽ നമുക്ക് എന്താ പറയുക പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതിന് നമുക്ക് ഫസ്റ്റ് ഓട്സ് വേണം. അപ്പോൾ എൻ്റെ കോലം കണ്ട് നിങ്ങൾ പേടിക്കണം, ഇത് പെട്ടെന്ന് എടുത്ത വീഡിയോ ആണ്, ഞാൻ റെഡി ആയിട്ടൊന്നുമില്ല. ഇത് ലാസ്റ്റ് അമ്മ രാത്രിയാണ് പറഞ്ഞത് കുറച്ച് പാല് ബാക്കിയുണ്ട് എന്തെങ്കിലും ചെയ്യുന്നു. അപ്പോൾ എനിക്ക് തോന്നി എന്നാൽ പിന്നെ ഓവർനൈറ്റ് ഓട്സ് ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് ഓട്സ് ഇതാണ്ട് ഇത്രയൊക്കെ ക്വാണ്ടിറ്റിയിൽ ഞാൻ എടുത്ത്, ഞാൻ ക്വാണ്ടിറ്റി നോക്കിയിട്ടൊന്നുമില്ല. പിന്നെ എന്നെ കണ്ട് നിങ്ങൾ പേടിക്കേണ്ട, ഞാൻ അപ്പുറത്ത് TV വെച്ചിട്ടുണ്ട്, അപ്പോൾ അത് കേട്ട് ഞാൻ സാധകം ചെയ്യണം. അതാണ് ഇടയ്ക്ക് ഇങ്ങനെ ചെറിയ മൂമെൻറ്റ്സ് ഒക്കെ എൻ്റെ വായിന്ന് കാണുന്നത്. പാട്ടൊക്കെ പാടിയിട്ടാണ് ഞാൻ ഈ പരിപാടിക്ക് നിൽക്കുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ പാലൊഴിച്ച് എടുത്തു. പാലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വട്ടം തിളപ്പിച്ച പാലാണ്. അപ്പോൾ ഏകദേശം പാൽ ഓവറാവാൻ പാടില്ല, കാരണം ഓവറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ തിക്ക് കൺസിസ്റ്റൻസിയിൽ രാവിലെ നമുക്ക് കിട്ടില്ല. പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഇതിൻ്റെ അകത്ത് പാട ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കാണെങ്കിൽ പാട കണ്ണെടുത്താൽ കണ്ടുകൂടാ. അപ്പോൾ പിന്നെ ഞാനിങ്ങനെ ഇത് പെറുക്കി എടുക്കുക. എന്നോട് അച്ഛനൊക്കെ പറയും ഈ പാട കളയരുത്, അത് നല്ലതാന്നൊക്കെ പറയും, പക്ഷെ ആര് കേൾക്കാൻ. അപ്പോൾ ഞാൻ ഇങ്ങനെ പെറുക്കിയെടുത്ത് കുറച്ച് കളഞ്ഞ് ശേഷം നമ്മൾ എന്താ പറയുക ഡേറ്റ്സ് ഇട്ടിട്ട് ഇതൊന്ന് ടോപ്പ് ചെയ്ത് കൊടുക്കുകയാണേ. അപ്പോൾ ഞാനിത് വെട്ടിപ്പൊളിച്ച് തുറന്നെടുക്കുകയാണ്. എന്നിട്ട് ഞാൻ ഏകദേശം ഒരു 3-4 ഡേറ്റ്സിന്ന് കുരുവൊക്കെ കളഞ്ഞിട്ട് ഞാനിങ്ങനെ ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ടത് ഇവളിതെന്തോന്ന് 2 കൈയൊക്കെ വെച്ചിട്ട് ഇത് പൊളിക്കുന്നത്, അല്ലാണ്ട് അപ്പോൾ ഇത് പൊളിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ ഞാൻ എൻ്റെ കൈയൊക്കെ നല്ല വൃത്തിക്ക് കഴുകിയിട്ടാണ് ഞാൻ ഇതിന് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് ചോദിച്ചാരും പേടിക്കണ്ട. അപ്പോൾ എന്തായാലും നമ്മൾ എന്താ പറയുക ഇതിങ്ങനെ എനിക്ക് തോന്നുന്നു ഞാൻ 2-3 ഡേറ്റ്സ് പൊളിച്ചിട്ട്. ശരിക്കും നമുക്ക് ഇതിൽ ചിയാ സീഡ്സ് ഇടാം കേട്ടോ. എൻ്റെ വീട്ടിൽ ചിയാ സീഡ്സ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് എന്താ പറയുക തട്ടിക്കൂട്ടി ചിയാ സീഡ്സ്, പംകിൻ സീഡ്സ്, പിന്നെ അതുപോലെ സ്ട്രോബെറി ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അപ്പോൾ എൻ്റെ കയ്യിൽ ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഉള്ള സാധനങ്ങൾ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. നമുക്കുള്ളത് വെച്ചിട്ട് ഓണമുണ്ണാന്നാണല്ലോ. എന്നിട്ട് ഞാൻ പിന്നെ ഇതൊക്കെ ഒന്നും കൂടി മിക്സ് ചെയ്തൊക്കെ കൊടുത്ത് വെറും ഷോന് ഇത്രയധികം മിക്സ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ നമ്മളൊരു പഴം എടുത്തു, 2 പഴം എടുത്തിരുന്നു. പക്ഷെ പിന്നെ എനിക്ക് മനസ്സിലായി 2 പഴത്തിൻ്റെ ആവശ്യമില്ല. പിന്നെ ഇടയിൽ അമ്മേനോട് എന്തൊക്കെയോ പറയുന്നുണ്ട്.
പിന്നെ അപ്പോൾ നമ്മൾ പഴത്തിൻ്റെ എന്താ പറയുക ഡ്രസ്സൊക്കെ ഉരുമാറ്റി നമ്മൾ എന്താ പറയുക കത്തി വെച്ച് മുറിച്ച് ഇങ്ങനെ ഇടുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു പഴം തന്നെ മതിയാവും. കാരണം ഓട്സ് കഴിക്കുമ്പോൾ തന്നെ നമ്മുടെ വയറ് അത്യാവശ്യം ഫില്ലാവുമല്ലോ. പിന്നെ പാലും ഉണ്ടല്ലോ. അപ്പോൾ ഒരു പഴത്തിൻ്റെ ആവശ്യമുള്ളൂ, ചെറുപഴത്തിൻ്റെ ആവശ്യമുള്ളൂ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ എടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾ ഇതൊക്കെ ഏകദേശം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ കോപ്രായം കണ്ടിട്ട് ഞാൻ തന്നെ ആലോചിക്കും, ഞാനെന്തിനീ ചുണ്ടോട്ടൊക്കെ ഇങ്ങനെ എക്സ്പ്രഷൻ ഇടേണ്ട ആവശ്യം, വെറും പട്ടിഷോ അല്ലാണ്ട് അപ്പോൾ എന്തെന്നാ പറയുക, പട്ടിക്ക് ഒരു അപമാനമായിരിക്കും. എന്തായാലും എൻ്റെ സ്കിൽഫുള്ളായിട്ടുള്ള എന്താ പറയുക പഴം മുറിക്കൽ നിങ്ങൾ കാണുന്നുണ്ടല്ലോ. അപ്പോൾ എന്തായാലും പഴമൊക്കെ മുറിച്ച് കഴിഞ്ഞു. പിന്നെ ശേഷം പിന്നെയും ഞാൻ വെറുതെ ഒരു ഭംഗിക്ക് ഇത്രയും വട്ടം ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാം ഇട്ടിട്ട് അവസാനം ഒന്ന് ഇളക്കിയാൽ മതി. അതിനിടയിൽ അമ്മ എന്തൊക്കെയോ കമൻ്റ് അടിച്ചിട്ട് ഞാൻ അമ്മേനോട് വേറെ എന്തൊക്കെയോ പറയുന്നുണ്ട്, എന്താണോ എന്തോ. എന്നിട്ട് പിന്നെ നമ്മൾ നല്ല രീതിക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട്. ശരിക്കും ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ അടുത്തുള്ള ഫ്രൂട്ട്സ് അനാറൊക്കെ ഇട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇവിടെ ആണെങ്കിൽ അനാറും ഉണ്ടായിരുന്നില്ല. പിന്നെ ഓറഞ്ച് ഉണ്ടായിരുന്നു, ഓറഞ്ച് പാലിനായിട്ടൊരു സുഖമില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇട്ടില്ല. എന്നിട്ട് പിന്നെ ഞാൻ ഇതിങ്ങനെ മിക്സ് ചെയ്ത് എന്തൊക്കെയോ പാട്ടും പാടി എന്തൊക്കെയോ അമ്മേനോടും പറഞ്ഞ് ഞാനിങ്ങനെ മിക്സ് ചെയ്ത് ഇങ്ങനെ പട്ടിഷോവും കാണിച്ചിട്ട് ഇരിക്കുന്നതാണ്. അപ്പോൾ പിന്നെയാണ് ഞാൻ ശ്രദ്ധിച്ചത് കുറച്ച് പീനട്ട് ബട്ടർ ബാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വെറുതെ അതും കൂടി ഇതിലേക്ക് ഇടാമെന്ന് വിചാരിച്ചു. ഇടേണ്ട ആവശ്യമൊന്നുമില്ല, പിന്നെ ബാക്കിയുള്ളതുകൊണ്ട് ഞാൻ വെറുതെ ഇതിലേക്ക് ഇങ്ങനെ മിക്സ് ചെയ്തൊരു ഫ്ലേവറിന് ഇരുന്നോട്ടെ വിചാരിച്ചു. രാവിലെ കഴിച്ചപ്പോൾ പ്രത്യേകിച്ച് ഫ്ലേവറൊന്നും ഉണ്ടായിരുന്നില്ല, കാരണം ഞാൻ കുറച്ചേ ഇട്ടിട്ടുള്ളൂ. ഏകദേശം ആ പാത്രം വടിക്കാനുള്ള അത്ര ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് എന്താ പറയുക, അതും ഇട്ട് കൊടുത്തു. അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഈ പാത്രം അടച്ചിട്ട് നേരെ ഫ്രിഡ്ജ് കൊണ്ടുവയ്ക്കുക. എന്നിട്ട് പിറ്റേന്ന് രാവിലെ എടുക്കുമ്പോൾ അതാണ്ട് ഇങ്ങനെ തിക്ക് കൺസിസ്റ്റൻസിയിൽ കിട്ടും. അപ്പോൾ നമുക്ക് സ്റ്റവും വേണ്ട ഒന്നും വേണ്ട, ഈസി ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ആക്കാനും പറ്റും. ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ജസ്റ്റ് എന്താ പറയുക കമൻറ്റ് ചെയ്യുക. അതായത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടു എന്നും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്നും, എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല, എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടു, ഇനി എങ്ങനത്തെ കണ്ടൻറ്റ് വേണം, ഏതാന്നുള്ളതൊക്കെ നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ. ടാറ്റാ.